blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്നത്തെ ഈ എപ്പിസോഡ് പലർ ചേർന്നാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അവരുടെ എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്ന നമുക്ക് ചേർന്ന് അവർക്ക് വേണ്ടി ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥമായി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് തോമസ് വർഗീസ് ആൻഡ് ഫാമിലി വെയിൽസ് കാർഡിഫിൽ നിന്നുള്ള ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. മകൻ ടോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു ജോലി അങ്ങ് നൽകണമേ. അതുപോലെ കർത്താവ്, ഉയർന്ന വിദ്യാഭ്യാസത്തിനായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ അവർക്ക് വിൽക്കുവാനുള്ള സ്ഥലം വിൽക്കുവാനും ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നല്ല ഒരു വീട് വാങ്ങുവാനും കർത്താവെ അങ്ങ് സഹായിക്കണമേ. അതോടൊപ്പം കർണാടകയിൽ നിന്നുള്ള മിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിനും മകൻ ബവിമോന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സകല അനുഗ്രഹങ്ങളാലും അവരെ കർത്താവെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അത് കൂടാതെ നല്ല വെള്ളം ലഭിക്കുന്ന ഒരു ബോർവെൽ ഡിഗ് ചെയ്യുവാനും കർത്താവ് അതിനാവശ്യമായ പണം ഉണ്ടാകുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ കർത്താവെ ശുദ്ധ ജലം നൽകി ധാരാളമായ വെള്ളം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. USA നിന്നുള്ള ഷെറിൻ ശുഭയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഷെറിനെ USMLE എക്സാമിൽ കർത്താവെ നല്ല വിജയം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു നല്ല പ്രോജക്റ്റ് ആരംഭിക്കുവാൻ, ബിസിനസ് ആരംഭിക്കുവാനും അത് നല്ല രീതിയിൽ പോകുവാനും കർത്താവെ അങ്ങിടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലക്നൌവിൽ നിന്നുള്ള SP വർഗീസിനും കുടുംബത്തിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്നെയും തൻ്റെ ഭാര്യ ലിജിയെയും കർത്താവ് ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള സൗഖ്യം ആ കുടുംബത്തിൻ്റെ മേലങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾ ലിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, CA ഫൈനൽ ഇയർ എക്സാമിൽ ഏറ്റവും നല്ലൊരു റിസൾട്ട് ലഭിക്കാനായി ഈ സമയത്ത് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. കർത്താവ്, നീ അങ്ങനെ അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. ഷാർജയിൽ നിന്നുള്ള ജിൻസി ഷാജിക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തനിക്ക് നല്ലൊരു ജോലി കർത്താവെ അങ്ങ് നൽകണമേ. തൻ്റെ ഭർത്താവ് ഷാജിയെ ജോലിയിലെ അനുഗ്രഹങ്ങളാലും നന്മകളാലും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഓരോ സ്പോൺസറേയും വ്യക്തിപരമായി കുടുംബപരമായി അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you sponsors for sponsoring today's episode. ഇവര് മഹാരാഷ്ട്രയിൽ നിന്നാണ് വരുന്നത്. മഹാരാഷ്ട്രയിൽ നിന്ന് വരെ. ഓക്കെ. ഈ സഹോദരിയുടെ പേര് ലൗലി, സഹോദരിയുടെ മകൻ ജിസ്വിൻ. ഇവരുടെ മമ്മിയും ഡാഡിയുമാണ് കൂടെ നിൽക്കുന്നത്. ഓക്കെ. ഈ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞ 1998 അന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ജിസ്വിൻ ജനിച്ചു. ജിസ്വിൻ ജനിച്ചപ്പോൾ അത് സിസറിയിലൂടെയാണ് പോയത്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് ആംബ്ലിക്കൽ ഹെർണിയ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് വേറൊരു സർജറി നടത്തി. ഇതിനിടയിൽ ഈ സഹോദരിക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. സഹോദരി ഒരു ഡിപ്രസ്ഡ് രോഗത്താൽ അടിമയായിരുന്നു. ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ഡിപ്രഷനിലൂടെ പോയി. അപ്പോൾ അങ്ങനെ കുറേ മെഡിസിൻ എടുത്തത് കൊണ്ടിട്ട് ശരീരം ചീർക്കാൻ തുടങ്ങി. ശരീരം ചീർത്ത് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കുഞ്ഞിലേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. അതിനിടയിൽ ഈ സഹോദരിയുടെ ഭർത്താവിന് ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു. ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്ന ഭർത്താവിന് ഒരു കുഞ്ഞിന് വേണ്ട എന്നുള്ള രീതിയിൽ മമ്മിയും ഡാഡിയും പറഞ്ഞു, ഭർത്താവും പറഞ്ഞു. പക്ഷേ ജിസ്വിൻ 2ാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും ജിസ്വിൻ ഒരാഗ്രഹം, എനിക്കൊരു കുഞ്ഞുവാവ് വേണമെന്ന്. മോനാഗ്രഹം ഉണ്ടായി.
അപ്പോൾ ജിസ്വിൻ മമ്മിയോട് പറഞ്ഞു, എനിക്കൊരു വാവ് വേണം, മോനായാലും മോളായാലും കുഴപ്പമില്ല, എനിക്കൊരു വാവ് വേണം, ഒരാൾ വേണം. അത് പ്രകാരം അതുവരേക്കും കുഞ്ഞിനെ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ലൗലി സഹോദരിക്ക് കുഞ്ഞിനെ വേണമെന്നുള്ളതായി. അതിനുശേഷം എങ്ങനെയോ സഹോദരി പറഞ്ഞാൽ എങ്ങനെയോ ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ആ കുഞ്ഞ് മിസ്കാരേജിലൂടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഓക്കെ. വീണ്ടും ഇവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചു, ഭർത്താവും ഭാര്യയും കൂടി ഒരുമിച്ച് തീരുമാനിച്ചു, അവൻ്റെ ആഗ്രഹം നമുക്കൊരു കുഞ്ഞിനെ വേണമെന്ന് തീരുമാനിച്ചു ഉറച്ചു. രണ്ടാമത് വീണ്ടും ഈ സഹോദരി പ്രഗ്നൻ്റ് ആയി. അങ്ങനെ 5-ാം മാസം എത്തി. ഈ സഹോദരിക്ക് എന്തെന്നില്ലാത്ത ബ്ലഡ് പ്രഷർ കയറാൻ തുടങ്ങി. ബെഡ് റെസ്റ്റ് ഉണ്ടായിരുന്നു, വോമിറ്റിംഗ് ഉണ്ടായിരുന്നു, എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. 8-ാം മാസമായപ്പോൾ ഈ സഹോദരി അത് ഡോക്ടർ പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നാൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. നേരെ സർജറി ചെയ്തു, കുഞ്ഞിനെ പുറത്തെടുത്തു. അപ്പോഴേക്കും കുഞ്ഞ് ലങ്സിൽ ഇൻഫെക്റ്റഡ് ആയിരുന്നു. ഓക്കെ. അതുകൊണ്ടിട്ടായിരുന്നു അത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത്. ഒരു ദിവസം മാത്രമേ ആ കുഞ്ഞ് ജീവിച്ചിരുന്നുള്ളൂ. ആ കുഞ്ഞ് മരിച്ചുപോയി. ഇത് ഈ സഹോദരി ഡിപ്രഷൻ രോഗത്തിനെ കൂടുതലായിട്ട് ബാധിച്ചു, കുറച്ചുകൂടി ബുദ്ധിമുട്ട്. അതോടൊപ്പം തന്നെ ജിസ്വിനും ഡിപ്രസ്ഡായി, മോനും ആകെ കൂടി വീട്ടിൽ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറി. ഇതിനിടയിൽ സഹോദരിയുടെ ഭർത്താവിന് ഡയബറ്റിക്കിൻ്റെ രോഗം മൂർച്ഛിച്ചിട്ട് ഇൻസുലിൻ എടുക്കാൻ തുടങ്ങി. വീണ്ടും ഒരു കുഞ്ഞിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമായി തോന്നി. പക്ഷേ സഹോദരി തന്നെ സ്വയമായിട്ട് ആശ്വസിച്ചു. മോനോട് പറഞ്ഞു, നീ മാത്രം മതി. അതിൽ അവർ ആശ്വസിച്ച് തൃപ്തിയായിട്ട് നിന്നു. 2012 മെയ് മാസം ആദ്യമായിട്ട് ഇതിനിടയിൽ ഡാഡിയും ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണാറുണ്ടായിരുന്നു. എല്ലാവരും മഹാരാഷ്ട്രയിലാണ്. അതെ, ഓൾറൈറ്റ്. ഡാഡി 2012 ഇവരെ കുടുംബമായിട്ട് നാട്ടിലേക്ക് വന്നപ്പോൾ ഡാഡി പറഞ്ഞു, നമുക്ക് ബ്ലെസ്സിംഗ് സെൻറ്ററിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. കാരണം ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം ഡാഡി കാണാറുണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെ ഇവിടെ ആദ്യമായിട്ട് 2012 മെയ് മാസം ഇവർ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ വന്നു. 2 വർഷം മുമ്പ് ഇവരോട് വന്നു ആദ്യമായിട്ട് വന്നതാണ്. അന്ന് ഈ സഹോദരി പറഞ്ഞാൽ എൻ്റെ ഹൃദയം എംപ്റ്റി ആയിരുന്നു. എനിക്കൊന്നുമില്ല കർത്താവിനോട് ചോദിക്കാൻ, എനിക്ക് പ്രാർത്ഥിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഈ നമ്മുടെ ബ്ലെസ്സിംഗ് സെൻറ്ററിൻ്റെ അകത്ത് കയറിയപ്പോൾ സഹോദരി പറഞ്ഞു വെച്ചാൽ എൻ്റെ അകം വിങ്ങാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ 2 കാര്യം എൻ്റെ കർത്താവിനോട് ചോദിച്ചു. ഇങ്ങനെയാ സഹോദരി പറഞ്ഞു, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ നിനക്ക് കഴിയുമെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ തരണം. ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന, എൻ്റെ ഇളയ സഹോദരന് നല്ലൊരു തുണയെ തരണം. ഈ 2 പ്രാർത്ഥനയും കർത്താവേ നിനക്ക് സാധിക്കുമെങ്കിൽ എനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞ് അത് മാത്രമേ സഹോദരി പ്രാർത്ഥിച്ചു. പിന്നെ എന്തുണ്ടായെന്ന് സഹോദരി പറഞ്ഞു, എന്തുണ്ടായെന്നൊന്നും എനിക്കറിയില്ല. ഇത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോയി. ഏകദേശം 2013 ആ ആദ്യത്തെ ദിവസങ്ങളോട് കൂടി സഹോദരി വീണ്ടും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇവർ കൺസൾട്ട് ചെയ്തിരുന്ന അതേ ഡോക്ടറുടെ അടുത്ത് ചെന്ന് തന്നെ ഇവർ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഡേഞ്ചറസ് ആണ്, ഓൾറെഡി 3 സർജറി കഴിഞ്ഞു. ഒന്നാമത്തെ കുഞ്ഞിൻ്റെ ആംബ്ലിക്കലിൻ്റെ, മൂന്നാമത്തെ കുഞ്ഞിൻ്റെ 3 സർജറി കഴിഞ്ഞു. ഇനി വീണ്ടും ഒരു സർജറിയിലേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുതന്നെയല്ല, പ്രസവ സമയത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന പീരീഡുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയും സഹോദരിക്ക് അറിയാലോ. ഓൾറെഡി ഡിപ്രസ്ഡ് രോഗമുണ്ട്. അപ്പോൾ ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്, ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞു സഹോദരി. അപ്പോൾ തന്നെ അവിടെ നിന്നുകൊണ്ട് ബ്ലെസ്സിംഗ് നമ്മുടെ സെന്ററിലെ പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അത് തുടർന്നുകൊണ്ടേയിരുന്നു. എപ്പോഴും ഇവിടെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആദ്യമായിട്ട് ഇവിടെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ നിന്ന് ഒരു സഹോദരി അങ്ങോട്ട് പറഞ്ഞു, ദിസ് ഇസ് ഗോഡ്സ് വിൽ, ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ്, ഒരു കാരണവശാലും നിങ്ങൾ നിരാശപ്പെടേണ്ട, കർത്താവ് തന്നതാണെങ്കിൽ കർത്താവ് അതിനെ പരിപാലിച്ചോളും, കർത്താവ് ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് പുറത്തെടുത്ത് തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിശ്വാസ വാക്ക് ഇവരകത്ത് കൊടുത്തു. പക്ഷെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ വൈദ്യശാസ്ത്രം പറഞ്ഞു, വെച്ചുകൊണ്ടിരിക്കരുത്, കുഞ്ഞിനെ എങ്ങനെയും പുറത്ത് മാറ്റണമെന്ന് പറഞ്ഞു. ഉടനെ ഈ സഹോദരി അവിടെ നിന്ന് വാവിട്ട് നിലവിളിച്ചു എന്ന് പറയണേ. ഈ നിലവിളി കേട്ടിട്ട് ആ ഹോസ്പിറ്റലിൽ ഒരു നണ്ണ് വന്ന് ഈ സഹോദരിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോളെ നമുക്ക് വേറൊരു ഡോക്ടറെ അടുത്ത് കൺസൾട്ടേഷന് പോവാന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് ചെന്നപ്പോൾ ആ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഈ കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിന്റെയും നിന്റെയും കാര്യം ഞാൻ നോക്കിക്കോളാം, ഇതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. ഈ സഹോദരി ഓടി ചെന്നിട്ട് പറഞ്ഞു, ഡിപ്രഷന്റെ രോഗത്താൽ ഭാരപ്പെട്ടിരുന്ന സഹോദരി ഓടി ചെന്നിട്ട് പറഞ്ഞത് ഇതായിരുന്നു, എന്റെ കുഞ്ഞിനെ എനിക്ക് വേണ്ടാന്നാ പറഞ്ഞത്. അവിടെ ചെന്നിട്ട് അങ്ങനെ പറഞ്ഞത്. അത്ര നിരാശയിലാണ് ഈ സഹോദരി ചെന്ന് പറഞ്ഞത്. പക്ഷേ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിനെയും നിന്നെയും ഞാൻ നോക്കിക്കോളാം, ഇതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു. അന്ന് മുതൽ ആ ഡോക്ടറിന്റെ പരിചരണത്തിലായി. ഇതിനിടയിൽ സഹോദരി പറഞ്ഞു, കഴിഞ്ഞ 2 പ്രാവശ്യം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന വോമിറ്റിംഗ്, ബ്ലഡ് പ്രഷർ, ഇതൊന്നും ഈ സമയത്തോ ഞാൻ അനുഭവിച്ചില്ല.
ഒന്നും ഉണ്ടായില്ല. ഇത് സഹോദരി പറഞ്ഞു, ഞാനൊരു ഡാൻസറാണ്, ഈ കുഞ്ഞ് പ്രഗ്നന്റ് ആയിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ സമയത്ത് ഞാൻ ഡാൻസ് ചെയ്തിരുന്നു. ഒരു ദിവസം ഡാൻസ് ചെയ്ത് തലകറങ്ങി വീണു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. അത്രയും ഹെവി ആയിട്ട്. അതിന് ഈ സഹോദരി ടീച്ചറാണ്, സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. 8ാം മാസം വരെ ഒരു പ്രോബ്ലവും ഇല്ലാതെ ഈ സഹോദരി സ്കൂളിൽ പോയി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 9ാം മാസമായി കഴിഞ്ഞപ്പോ കറക്റ്റ് ഡേറ്റിൽ അവർ 4ാമത്തെയും സിസേറിയൻ ആയിരുന്നു. കുഞ്ഞിനെ പുറത്തെടുത്തു. വളരെ ഓമനത്തമുള്ള ഒരു നല്ല കുഞ്ഞ്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ആൺകുട്ടിയാ. അപ്പൊ ഒരു ബ്രദറിനെ കിട്ടി. കൺഗ്രാറ്റുലേഷൻസ്. അവന്റെ ആഗ്രഹത്തെ ദൈവം മാനിച്ചു. അതിനുശേഷം ഉണ്ടായെന്ന് വെച്ചാല് അന്നൊരു പ്രാർത്ഥനയോട് പ്രാർത്ഥിച്ചിരുന്നു, എന്റെ ഇളയ സഹോദരന് ഒരു തക്ക തുണ കൊടുക്കണമെന്ന്. ഈ മെയ് 4 ആ ബ്രദറിന്റെ ബെട്രോത്തൽ. നവംബർ മാസം മെയ് 4 ഈ കഴിഞ്ഞ ആഴ്ചയിൽ. ആ എൻഗേജ്മെന്റും കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. 2012 ഈ ഹോളിനകത്ത് നിന്ന് പ്രാർത്ഥിച്ച 2 വിഷയങ്ങൾക്കും മറുപടി കിട്ടി. എന്നിട്ടാണ് ഫുൾ ഫാമിലി ഇവിടെ നിൽക്കുന്നത്. ബാക്കി എന്തെങ്കിലും പറയാനുണ്ടോ? ഈ നവംബറിലാണ് എൻഗേജ്മെന്റ്. അതിനിടയിൽ ഇവര് ഡാഡി ഈ സഹോദരിക്ക് ഒരു മൈ പ്രയർ ഡയറി മേടിച്ചു കൊടുത്തിരുന്നു. ഗിഫ്റ്റ് ആയിട്ട് ഇവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാ. മമ്മി അതിൽ ഓരോ പ്രാർത്ഥന വിഷയവും അതിന്റെ ബാക്കിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ജിസ്വിൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ജിസ്വിന്റെ പ്രാർത്ഥന വിഷയം അതിൽ എഴുതാൻ തുടങ്ങി. ജിസ്വിൻ പഠനത്തിൽ അത്ര കേവലൊന്നും അല്ലായിരുന്നു. FA1 9th സ്റ്റാൻഡേർഡിലെ FA1 എക്സാമിനേഷൻ റിസൾട്ട് വന്നപ്പോൾ വളരെ മോശമായിരുന്നു. എന്നാൽ മൈ പ്രയർ ഡയറിയിൽ പ്രാർത്ഥന എഴുതി വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം സെക്കൻഡ് ക്വാർട്ടർ എക്സാമിനേഷൻ FA2 94% മാർക്കായി ക്ലാസ്സിൽ സെക്കൻഡ് റാങ്ക് ആയി. അതൊരു അത്ഭുതം. ഇനിയുണ്ടോ? മൂന്നാമത്തെ വെച്ചാൽ സഹോദരിയുടെ ഹസ്ബൻഡ് ഇൻസുലിൻ എടുത്തിരുന്ന് തൈ ആകെ വീർത്തിരുന്നു. കുത്തി അവരുടെ പ്രാർത്ഥനയായിരുന്നു, ഈ ഇൻസുലിൻ നിർക്കണം, എൻ്റെ ഹസ്ബൻഡ് ഡയബറ്റിക് മാറണം. രണ്ടാമത് ഡോക്ടർ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡയബറ്റിക് വളരെയധികം നോർമലായിക്കൊണ്ടിരിക്കുന്നു, ഇനി ഇൻസുലിൻ എടുക്കണ്ട, ജസ്റ്റ് ടാബ്ലറ്റ് കഴിച്ച് മാത്രം ചെയ്താൽ മതി, വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ടാബ്ലറ്റും മാറും. അതിനുശേഷം ഈ അമ്മച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഏതാണ്ട് 9 വർഷമായിട്ട് അമ്മച്ചി പെപ്റ്റിക് അൾസറിന് അടിമയായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഒത്തിരി മെഡിസിൻസ് എടുത്തിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഡാമിയൻ ബ്രദർ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, അൾസറായിട്ട് ഭാരപ്പെടുന്ന സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ മെഡിസിൻ വളരെ നോർമലായിട്ട് പോകുന്നു. അൾസറിന്റെ വേദനയോ പ്രയാസമോ ഒന്നുമില്ല. അങ്ങനെ പൂർണ്ണമായിട്ടും കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. കൈയടിച്ചോ? താങ്ക് യു ജീസസ്. കൈകളെ ഉയർത്തി കർത്താവിന് നന്ദി പറയാം. കർത്താവ്, ഞങ്ങൾ കേട്ട ഓരോ വിടുതലിനുമായി ഈ ചെയിൻ ഓഫ് മിറക്കിൾസിനായി നന്ദി പറയുന്നു. ഈ കുടുംബത്തെ കർത്താവ് ഇന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് പറയുവാൻ ഇവിടെ കൊണ്ടുവന്നല്ലോ. ലോകമെമ്പാടും ഈ സാക്ഷ്യം കേൾക്കുന്നവർ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും ഇന്ന് കേട്ടതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറയാം. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. Apostle Paul says, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, there are 2 women, 2 സ്ത്രീകളുണ്ട്, Hagar and Sarah, ഹാഗാറും സാറയും, and 2 sons, 2 മക്കളുണ്ട്, Ishmael and Isaac. ഇശ്മായേലും ഐസക്കും. Ishmael was born by natural birth. ഇശ്മായേൽ ജഡപ്രകാരം സാധാരണഗതിയിൽ ജനിച്ച മകനാണ്. Hello. Natural birth. സാധാരണ രീതിയിൽ ജഡപ്രകാരം. Nothing supernatural, nothing special. പ്രത്യേകിച്ച് ദൈവിക ഇടപെടലുകളൊന്നുമില്ല. Because when Ishmael was born, Abraham and Hagar was physically okay. കാരണം ഇശ്മായേൽ ജനിച്ച സമയത്ത് അബ്രഹാമും ഹാഗറും ശാരീരികമായി ഓക്കെ ആയിരുന്നു. But when Isaac was born, പക്ഷേ ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ the Bible says it was a supernatural birth. അത് ഒരു പ്രകൃത്യാതീതമായ ദൈവിക ഇടപെടൽ മുഖാന്തരം ഉണ്ടായ ജനനമായിരുന്നു. Abraham was 100 years old. കാരണം അബ്രഹാമിന് 100 വയസ്സുണ്ടായിരുന്നു. Sarah also was very old. സാറയും അതുപോലെ വളരെ പ്രായാധിക്യം ചെന്നിരുന്നു. Isaac was born only because of the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇസ്ഹാക്ക് ജനിച്ചത്. Can you say amen? ആമേൻ പറയാമോ? What does it
tell us? ഇത് എന്താണ് നമ്മളോട് പറയുന്നത്? This is of natural birth. ഇത് ജഡപ്രകാരം ജനിച്ചത്. This shows the children of the slave woman. ദാസിയുടെ മക്കൾ. And Hagar shows what? The old covenant. ഹാഗാർ എന്തിനെ കാണിക്കുന്നു? പഴയ ഉടമ്പടിയെ. Listen to me. എന്നെ ശ്രദ്ധിക്കുക. A slave woman cannot produce free children. ഒരു അടിമ സ്ത്രീക്ക് ഒരിക്കലും സ്വതന്ത്രയായ മക്കളെ ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. A slave woman always gives birth to slave children. ഒരു അടിമ സ്ത്രീ ജന്മം കൊടുക്കുന്നതും അടിമകൾക്ക് തന്നെയാണ്. Hello. So Paul says, പൗലോസ് പറയുന്നു, if you go back to the Old Testament law, Mosaic law, നിങ്ങൾ വീണ്ടും പഴയ മോശയുടെ ഉടമ്പടിയിലേക്ക് ന്യായപ്രമാണത്തിലേക്ക് മടങ്ങിപ്പോയാൽ you will be going back to slavery. നിങ്ങൾ വീണ്ടും അടിമത്വത്തിലേക്ക് പോവുകയാണ്. But here Sarah represents the new covenant. ഇവിടെ ഇതാ സാറ പുതിയ ഉടമ്പടിയെ പ്രതിനിധാനം ചെയ്യുന്നു. Sarah is a free woman. സാറ സ്വതന്ത്രയായ സ്ത്രീയാണ്. And her children are free. അവളുടെ മക്കളും സ്വതന്ത്രരാണ്. Hallelujah. Hallelujah. What does Isaac show? എന്താണ് ഇസ്ഹാക്ക് കാണിക്കുന്നത്? Freedom in Christ. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെയാണ്. Hallelujah. Hallelujah. Not only that, അത് മാത്രമല്ല Isaac represents our spirit man. ഇസ്ഹാക്ക് നമ്മുടെ ആത്മീക മനുഷ്യനെയാണ് കാണിക്കുന്നത്. Ishmael represents what? ഇസ്മായിൽ എന്തിനാണ് കാണിക്കുന്നത്? Our body. നമ്മുടെ ശരീരത്തെ. It is still under slavery of mortality, etc. അത് അമർത്യത്തിന്റെ കീഴിലാണ്, അത് നശിച്ചു പോകുന്നതാണ്. But Isaac is completely free. എന്നാൽ ഇസ്ഹാക്ക് തികച്ചും സ്വതന്ത്രനാണ്. Hallelujah. Hallelujah. That shows our what? അത് നമ്മുടെ എന്തിനെ കാണിക്കുന്നു? Spirit man. അകത്തെ മനുഷ്യൻ. Ishmael was born of a natural birth. ഇതാ ഇസ്മായേൽ ജഡപ്രകാരം ജനിച്ചതാണ്. But Isaac was born in a supernatural way. എന്നാൽ ഇസ്ഹാക്ക് കർത്താവിൽ നിന്നും ദൈവത്തിന്റെ ഇടപെടൽ മുഖാന്തരം ജനിച്ചതാണ്. Hallelujah. Hallelujah. The Bible says we all of us are born from God, not because of the desire of a man, but we are born by the power of God. വചനം പറയുന്നു നമ്മൾ എല്ലാവരും ഒരു പുരുഷന്റെ ഇഷ്ടപ്രകാരം ജനിച്ചതല്ല, നമ്മൾ എല്ലാം ആത്മാവിൽ ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്ന ദൈവ മക്കളാണ്. So Isaac shows our born again experience. ഇസ്ഹാക്ക് ഇവിടെ കാണിക്കുന്നത് നമ്മുടെ വീണ്ടും ജനന അനുഭവത്തെയാണ്. Hallelujah. Hallelujah. That is a supernatural birth. ഇതൊരു പ്രകൃത്യാതീതമായ അത്ഭുതമാണ്. Hallelujah. And we are free in Christ. നമ്മൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. Now this is very important. വളരെ പ്രാധാന്യമുള്ളതാണ്. After Ishmael was born, ഇസ്മായേൽ ജനിച്ച ശേഷം these two ladies started struggling. ഈ രണ്ട് സ്ത്രീകളും തമ്മിൽ പ്രശ്നമുണ്ടായി. രണ്ട് സ്ത്രീകളും അടുത്ത് വാ, തല്ലുപിടിക്ക. രണ്ടുപേരും തമ്മിൽ ഭയങ്കര പ്രശ്നമായി. ആ വീടിനകത്തുണ്ട് അടിക്ക് ഭയങ്കര തല്ലുപിടി. Sarah and Hagar are now fighting. ഇതാ ഹാഗറും സേറയും തമ്മിൽ വളരെ തല്ലുപിടുത്തമുണ്ടായി. This is the problem. ഇതാണ് പ്രശ്നം. If you mix the two, there will be conflict. നിങ്ങൾ രണ്ടും കൂടി കൂട്ടിക്കലർത്താൻ നോക്കിയാൽ പ്രശ്നം ഉണ്ടായിരിക്കും. And Sarah started crying. സാറ കരയാൻ തുടങ്ങി. And go to your husband. സാറ ഭർത്താവിന്റെ അടുത്തേക്ക് പോയി കരയാൻ തുടങ്ങി. And she asked, send the boy and the mother away. സാറ പറഞ്ഞു ഈ ദാസിയെയും മകനെയും വീട്ടിൽ നിന്ന് പുറത്താക്കി കളയാം. I don't want Hagar and Ishmael in my tent. എന്റെ കൂടാരത്തിന്റെ അകത്ത് ഹാഗാറിനെയും വേണ്ട, ഇസ്മായേലിനെയും വേണ്ട. ഇറങ്ങിക്കോ. പൊക്കോ. They were cast away. അവർ കൂടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. That is what Paul says. അതാണ് പൗലോസ് പറയുന്നത്. We have to cast out the old covenant and all the principles and all the observances and all the routines of it away so that we will be free. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നമ്മൾ പഴയ ആ ഉടമ്പടി, പഴയ ആ ന്യായപ്രമാണത്തെ മുഴുവനായി അമ്മയെ മകനെ നമ്മൾ പുറത്താക്കി കളയണം, എങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യം ഉണ്ടാവുകയുള്ളൂ. Hallelujah. Hallelujah. Now Isaac is free. ഇപ്പോൾ ഇതാ ഇസ്ഹാക്ക് സ്വതന്ത്രനാണ്. Do you know something? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? Jesus Christ was born as a descendant of Isaac.
യേശു ക്രിസ്തു ജനിച്ചത് ഇസഹാക്കിന്റെ തലമുറയിലാണ് ജനിച്ചത്. Hallelujah. Hallelujah. Christ came forth from Isaac. ഇസഹാക്കിൽ നിന്നാണ് യേശു ക്രിസ്തു വന്നത്. And do you know what he did? എന്താണ് അവൻ ചെയ്തത് അറിയാമോ? He fulfilled all the requirement of the law. ന്യായപ്രമാണം ആവശ്യപ്പെട്ടതെല്ലാം അവൻ നിവർത്തീകരിച്ചു. Nobody else could do that. ആർക്കും അത് ചെയ്യാൻ He കഴിയുമായിരുന്നില്ല. completely fulfilled the law for us. ആ യേശു മുഴുവൻ ന്യായപ്രമാണം നമുക്ക് വേണ്ടി പൂർത്തീകരിച്ചു. And now he says, ഇപ്പോൾ അവൻ പറയുന്നു, you don't need to do anything. നിങ്ങൾ അതൊന്നും ഇനി ചെയ്യേണ്ട I ആവശ്യമില്ല. have done everything. എല്ലാം പൂർത്തിയാക്കി. And on the cross he said, it is finished. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, സകലവും നിവർത്തിയായി. I have fulfilled the law for you. ഞാനിതാ ന്യായപ്രമാണം നിങ്ങൾക്ക് വേണ്ടി പൂർത്തീകരിച്ചു. Now you are free in Christ. ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. ഈ സമയത്ത് നമുക്ക് വിശ്വാസത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നന്മകൾ കൂടുതലായി അനുഭവിക്കുവാൻ, രോഗസൗഖ്യങ്ങൾ അനുഭവിക്കാൻ എല്ലാറ്റിനും ആവശ്യമുള്ളത് വിശ്വാസമാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് വിശ്വാസത്തോടെ ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അങ്ങ് തൊടണമേ. ആവശ്യങ്ങളെ കർത്താവെ അങ്ങ് അറിയുന്നല്ലോ. ഫുഡ് അലർജി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് പൂർണ്ണമായ സൗഖ്യം കർത്താവെ ഇപ്പോൾ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. വിടുതലുകൾ ഓരോ വ്യക്തിയിലേക്കും കർത്താവെ നീ പകരുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് രക്തത്തോട് അനുബന്ധിച്ചുള്ള രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ഒരു കൈ ഉയർത്താൻ കഴിയാതെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്റ്റിഫായിരിക്കുന്നൊരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. തലച്ചോറിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ചില ഗ്ലാൻഡുകളിലുള്ള നീർവീക്കങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. രണ്ട് കാലിൽ നീര് വന്ന് വല്ലാതെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു. കുടലിനകത്തുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കിഡ്നികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകളും മുഴകളും മാറട്ടെ. ഓവറിയുള്ള സിസ്റ്റുകൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. കരളിനോട് അനുബന്ധിച്ചുള്ള രോഗങ്ങൾ, സ്പ്ലീൻ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പാൻക്രിയസ് സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള രോഗങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സമ്പൂർണ്ണമായി മാറിപ്പോകട്ടെ. നട്ടെല്ല് സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവികമായൊരു വലിയ വിടുതൽ കർത്താവ് കൊടുത്ത് ദാമ്പത്യ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് നീ കേട്ടതിനാൽ നന്ദി. വിഷയം എന്തായിരുന്നാലും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും വിശ്വസിക്കുക, ദൈവിക വിടുതൽ ഓരോ വ്യക്തിയിലും കർത്താവ് പകരുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ചെന്നൈയിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൂരെയാണെങ്കിൽ പോലും വന്നു ചേരുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന. നാളെ ബാംഗ്ലൂരിലാണ് നടക്കുന്നത്. അവിടേക്കും എല്ലാവരെയും ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. അവിടെ വരുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കർത്താവ് ഈ 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലൂടെയും ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് കൂടാതെ ഞായറാഴ്ചകളിൽ ബാംഗ്ലൂരിലും ചെന്നൈയിലും കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യേശുവിൽ കൂടുതൽ വളരുവാൻ, വചനത്തിൽ വളരുവാൻ, ആത്മീയമായി വളരുവാൻ, കൂടുതൽ അനുഗ്രഹങ്ങൾ നിറയുവാൻ ഒക്കെ ഈ ബ്ലെസ്സിങ് സെൻറ്ററിലൂടെ നിങ്ങൾക്ക്
ഇടയാകും. സോ യു ആർ ഓൾ വെൽക്കം ടു ഡിഫറെൻറ്റ് ബ്ലെസ്സിങ് സെൻറ്റേഴ്സ്. അനേകരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കിയ പുസ്തകമാണ് മൈ പ്രെയർ ഡയറി. അത് ഇംഗ്ലീഷിലുണ്ട്, അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനാ ഡയറി എന്ന പേരിൽ മലയാളത്തിലുണ്ട്. ഈ 2 പുസ്തകങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ മാറ്റിമറിക്കും. ഇത് ഈ റെക്കോർഡിംഗ് നടക്കുന്ന ഇന്നും പലരുടെയും സാക്ഷ്യങ്ങൾ കേട്ടു. അവരതിനകത്ത് എഴുതി വെച്ചത് കർത്താവ് അത്ഭുതകരമായി അവർക്ക് ഉത്തരം നൽകി. പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുതി വെക്കേണ്ട പ്രാർത്ഥന വിഷയങ്ങൾ എഴുതി വെക്കേണ്ട പേജുണ്ട്. അതിനുശേഷം പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമ്പോൾ എഴുതേണ്ട പേജുമുണ്ട്. ഇന്ന് വന്ന ഒരു സാക്ഷ്യം, ആ ആദ്യത്തെ പേജിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതേണ്ട പേജിൽ നിന്നും കർത്താവ് ഉത്തരം നൽകിയപ്പോൾ പ്രൈസ് റിപ്പോർട്ട്സ് എഴുതുന്ന പേജിലേക്ക് അത് മാറി. നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്തവരോട് പറയണം. ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നമുക്ക് കാണാം, ബ്ലെസ്സിങ് സെൻറ്ററിൽ കാണാം. ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡിലൂടെ തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ന്യൂസ്. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഏത് മരം ഉപയോഗിച്ചാണ് ശലോമോൻ കെരൂബുകളെ ഉണ്ടാക്കിയത്? വാട്ട് വാസ് ദ വുഡ് സോളമൻ യൂസ്ഡ് ടു മേക്ക് ദ ചെറുബിം? ഓപ്ഷൻസ്: എ ഒലിവ്, ബി പന, സി പൈൻ, ഡി ദേവദാരു. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനം നൽകുന്നത് OM ബുക്സ് ആണ്.